വ്യത്യസ്തമായി ഒരു നാടകം ജനഹൃദയങ്ങളിൽ എത്തിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് പാറപ്പുറം കിഴക്കുംഭാഗം പള്ളി വികാരി ഫാദർ തോമസ് കിഴക്കമ്മാലി. ദ വേ ഓഫ് ട്രൂത്ത് എന്ന പേരിൽ നടന്ന നാടകം ഇരുകൈകളും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. 1 കിലോമീറ്ററോളം ദൂരം റോഡിലാണ് നാടകം നടന്നത്. പെരിയാറിൽ തുടങ്ങി പള്ളിമുറ്റം വരെയുള്ള 1 കിലോമീറ്ററിനകത്ത് 15ഓളം വേദികൾ. അരങ്ങിലെത്തിയത് 85 പേർ. ശബ്ദവും വെളിച്ചവും വിസ്മയം തീർക്കുന്ന രംഗങ്ങൾ. ദി വേ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തെക്കുറിച്ച് ആസ്വാദകർ ഇങ്ങനെയാണ് വിലയിരുത്തിയത്. പാറപ്പുറം ഗ്രാമത്തിലാണ് ഞായറാഴ്ച വൈകിട്ട് വ്യത്യസ്തമായ നാടകം അരങ്ങേറിയത്. പരസ്യജീവിതം മുതൽ ഉദ്ധാനം വരെയുള്ള ക്രിസ്തു സംഭവങ്ങളാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിലൂടെ അഭിനേതാക്കൾക്കൊപ്പം കാഴ്ചക്കാരും നടത്തുന്ന യാത്രയുടെ രൂപത്തിലാണ് നാടകം പുരോഗമിച്ചത്. വഞ്ചിയുടെ അമരത്തിരുന്ന് ക്രിസ്തു ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്ന രംഗത്തോടെ പെരിയാറിലെ വല്ലംകടവിൽ നിന്നും നാടകം ആരംഭിച്ചു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക. തുടർന്ന് അന്ധനെയും പിശാചു ബാധിതനെയും സുഖപ്പെടുത്തുന്നത് മഗ്ദലന മറിയം, സഖ്യവൂസ് എന്നിവരുടെ മാനസാന്തരം, കുട്ടികളോടുള്ള ക്രിസ്തുവിൻ്റെ വാത്സല്യം, ഓശാന, ഫരിസേയ പ്രമാണികളുടെ ഗൂഢാലോചന, ഗസ്സമേനിലെ പ്രാർത്ഥന, പീലാത്തോസിൻ്റെ അരമന, കുരിശുയാത്ര, കുരിശുമരണം, ഉദ്ധാനം തുടങ്ങി 15 രംഗങ്ങൾ തനിമയോടെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി അവതരിപ്പിച്ചു. വല്ലംകടവിനും പാറപ്പുറം സെയിൻറ് ജോർജ് പള്ളിക്കും ഇടയിലുള്ള വഴിയോരങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ നാടകരംഗങ്ങൾക്ക് വേദിയായി. കുരിശുമരണം, ഉദ്ധാനം എന്നിവ പള്ളിമുറ്റത്താണ് അരങ്ങേറിയത്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MA തിയേറ്റർ പൂർത്തിയാക്കിയ ഫാദർ തോമസ് നങ്ങേലിമാലിലാണ് കോഴ്സിൻ്റെ അന്തിമ പരീക്ഷയുടെ ഭാഗമായി ദി വേ ഓഫ് ട്രൂത്ത് അണിയിച്ചൊരുക്കിയത്. പാറപ്പുറം കിഴക്കുംഭാഗം പള്ളികളുടെ വികാരി കൂടിയാണ് ഇദ്ദേഹം. ക്രിസ്തുവിൻ്റെ വേഷത്തിൽ ഹൈന്ദവ സഹോദരൻ അരങ്ങിലെത്തുന്നുവെന്ന പ്രത്യേകതയും നാടകത്തിനുണ്ടായിരുന്നു. തിയേറ്ററിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി നാടകവേദികളിൽ സജീവമായ കോഴിക്കോട് സ്വദേശി KM രജീഷാണ് ക്രിസ്തുവായി അഭിനയിച്ചത്. കിഴക്കുംഭാഗം പാറപ്പുറം ഇടവകകളിലെ 85ഓളം പേരാണ് വിവിധ വേഷങ്ങളിൽ നാടകത്തിൽ അഭിനയിച്ചത്. പരസ്യചിത്രങ്ങൾക്കും ടെലിവിഷൻ റിയാലിറ്റി ഷോകൾക്കും അരങ്ങും ചമയവും ഒരുക്കിയ ബിൽജിത്ത് കൂത്താട്ടുകുളം, അനിരുദ്ധൻ എന്നിവർ വേദികളുടെയും രംഗസജ്ജീകരണങ്ങളും ഒരുക്കി. ഫാദർ ജോമി, സിൻഡോ എന്നിവർ നയിച്ച ഗായക സംഘവും നാടകത്തിന് മാറ്റുകൂട്ടി. സർവകലാശാലയിലെ തിയേറ്റർ വിഭാഗത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പിന്തുണ നാടകത്തിനുണ്ടായിരുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ നാട്ടുകാരെ ഏൽപ്പിക്കുകയാണ്. നാട്ടുകാർ എന്നുള്ള നിലയിൽ എല്ലാവരും, എല്ലാ പഞ്ചായത്തുകളും നഗരങ്ങളിലും എല്ലാം വിദ്യാർത്ഥികളെ ആ രീതിയിൽ ഏറ്റെടുക്കാറുണ്ട്. ആ ഒരു ധർമ്മമാണ് ഈ അവതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ വലിയ ജനപങ്കാളിത്തം കാണിക്കുന്നത് ഇത് അർത്ഥവത്തായിട്ട് സഫലമായി എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് രജീഷ്, ജിലേഷ്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബാക്കി എല്ലാവർക്കും ഞാൻ വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ പാറപ്പുറം കിഴക്കുംഭാഗം ഇടവകയിലെ ജനങ്ങളും ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് ഈ സായാഹ്നം വളരെ മനോഹരമാക്കിയതിന് വളരെ ഹൃദ്യമായ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുന്നു. നാടകം കാണാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി നാടകപ്രേമികൾ എത്തിയിരുന്നു.